സംസ്കൃതി ചാനലിലേക്ക് സ്വാഗതം. പ്രപഞ്ച രഹസ്യങ്ങൾ, അതിലെ അദർശ്യത, ഇത് സംബന്ധിച്ച ഒരു വിവരണമാണ് ഈ വീഡിയോയിൽ നൽകാൻ ഉദ്ദേശിക്കുന്നത്. ഭൂമി ഉരുണ്ടിരിക്കുകയാണ് എന്ന് കണ്ടുപിടിച്ചിട്ടുള്ളത് ഗ്രീക്കിലെ ഫിലോസഫറായ സോക്രട്ടീസ്, അദ്ദേഹത്തിൻ്റെ ശേഷം വന്ന എരിസ്ത്രോസിസ് എന്നിവരാണെന്ന് പാശ്ചാത്യ ചരിത്രകാരന്മാരും ഗവേഷകന്മാരുമൊക്കെ സമർത്ഥിച്ചിട്ടുണ്ട്. എന്നാൽ വസ്തുത ഇതല്ല. ഭൂമി ഉരുണ്ടതാണ് എന്ന് സോക്രട്ടീസ് പറയാൻ കാരണം, ഭൂമിയിൽ നിന്ന് മുകളിലോട്ട് നോക്കിയപ്പോൾ ചന്ദ്രനും സൂര്യനും നക്ഷത്രങ്ങളുമെല്ലാം ഗോളാകൃതി ഉള്ളതുകൊണ്ട് ഭൂമിയും ഗോളാകൃതിയാണ് എന്നാണ് അദ്ദേഹം സമർത്ഥിക്കാൻ ശ്രമിച്ചത്. അദ്ദേഹത്തിന് ശേഷം എരിസ്ത്രോസിസ് വന്നപ്പോൾ ഒരു ഭൂമി ഉരുണ്ടതാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് 2274 വർഷത്തെ പഴക്കമേ ഉള്ളൂ. എന്നാൽ ശ്രീമദ് ഭഗവത്ഗീതയിലെ കണ്ടെത്തലുകൾ ജ്ഞാനവിജ്ഞാന യോഗം എന്ന അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ള ഇത് നോക്കിയാൽ, ഭൂമി മാത്രമല്ല, ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ, നക്ഷത്രങ്ങൾ ഇവയെല്ലാം ഗോളാകൃതിയിലുള്ളതാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. മത്തഹ പരതരം ജ്ഞാനേ കിഞ്ചിദസ്തി ധനഞ്ജയ. ഈ ശ്രേഷ്ഠമായ ഈ ഗ്രഹങ്ങളെല്ലാം മത്തഹ പരതരം ജ്ഞാനേ കിഞ്ചിദസ്തി ധനഞ്ജയ സർവമിതം പ്രോതം മയി സർവമിതം പ്രോതം സൂത്രേ മണിഗണ ഇവ. മണിഗണ എന്നാണ് ഈ ഭൂമിയെക്കുറിച്ചും ഉപഗ്രഹങ്ങളെക്കുറിച്ചും സൂര്യനെക്കുറിച്ചും മറ്റു നക്ഷത്രങ്ങളെക്കുറിച്ചും എല്ലാം പറയുന്നത്. ഇതെല്ലാം ഒരു നൂലിൽ കോർത്തിട്ടിരിക്കുന്നത് പോലെ ഞാൻ ഈ ഒരു മാല പോലെ എന്നിൽ ബന്ധിച്ചിരിക്കുകയാണ് എന്നാണ് അതിനകത്ത് പറയുന്നത്. അത് മണി എന്ന് പറയുന്നത് മുത്താണ്. മുത്തിൻ്റെ രൂപമാണ് ഗ്രഹങ്ങൾക്കും ഉപഗ്രഹങ്ങൾക്കും നക്ഷത്രങ്ങൾക്കും എല്ലാം നൽകിയിട്ടുള്ളത്. ഇതിൽ നിന്ന് തന്നെ ഭൂമിയെ മാത്രമല്ല എല്ലാ ഗ്രഹങ്ങളും ഉരുണ്ടിരിക്കുകയാണെന്ന് കുറഞ്ഞത് ഒരു 2500 വർഷങ്ങൾക്ക് മുമ്പ് എങ്കിലും എഴുതിയിട്ടുള്ളതാണെന്ന് അവിതർക്കിതമായ ഭഗവത്ഗീതയിലെ ഈ ദർശനം മനസ്സിലാക്കാൻ കഴിയും. ഇത് തിരുവിതാംകൂർ സ്റ്റേറ്റ് മാനുവലിൽ ശ്രീമദ് ഭഗവത്ഗീത 2500 വർഷമെന്ന് 1939 രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ 2600 വർഷത്തോളം എങ്കിലും പഴക്കമുണ്ട് എന്ന് ഉള്ളത് പൊതുവെ സമ്മതിച്ചിട്ടുള്ളതാണ്. 3600 വർഷത്തോളം പഴക്കമുള്ളതാണ് ഭഗവത്ഗീത എന്ന അഭിപ്രായവുമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഭഗവത്ഗീതയിലെ ഈ ദർശനം ലോകത്ത് പാശ്ചാത്യ ശാസ്ത്രജ്ഞന്മാർ അംഗീകരിച്ചിട്ടില്ലെങ്കിലും ഇത് ഐൻസ്റ്റീനും മറ്റ് എല്ലാം അംഗീകരിച്ചിട്ടുള്ളതാണ്. ഈ ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ ഇതെല്ലാം ഇത് അപരാപ്രകൃതിയിൽ ഉള്ളതാണ്. ശ്രേഷ്ഠമായ ഒരു പ്രകൃതി, പരാപ്രകൃതി മറ്റൊന്നുണ്ട്. ആ പരാപ്രകൃതിയുടെ നിയന്ത്രണത്തിലും ആ പരാപ്രകൃതി താങ്ങി നിർത്തിയിരിക്കുന്നതിലുമാണ് ഈ അപരാപ്രകൃതി എന്ന് പറയുന്ന ഈ യൂണിവേഴ്സ്, പ്രപഞ്ചം നിലനിൽക്കുന്നത്. അതാണ് മത്തഹ പരതരം ജ്ഞാനേ കിഞ്ചിദസ്തി ധനഞ്ജയ മൈ സർവമിതം പ്രോതം സൂത്രേ മണികട ഇവ. ഒരു നൂലിൽ മണികൾ കോർത്തിട്ടിരിക്കുന്നത് പോലെ ഇത് ഞാൻ എന്നിലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്നു. അത് ബ്രഹ്മത്തിലേക്ക് ബന്ധിപ്പിച്ചിരിക്കുകയാണ്. ബ്രഹ്മം എന്ന് പറയുന്നത് ശുദ്ധബോധമാണ്. ആ ശുദ്ധബോധത്തിൽ ആ ഒരു ഇൻവിസിബിളായിട്ടുള്ള ആ ഫോഴ്സ് അത് എത്രയുണ്ട് എന്ന്, അത് എങ്ങനെയാണ് എന്ന് അർജുനൻ പറയുന്നുണ്ട്. അർജുനൻ പറയുന്നത് എന്താ? ആദിമധ്യാന്ത, ആദിയും മധ്യവും, മധ്യം ഇത് കാണാനില്ല. അനന്തമായി നിൽക്കുന്നത് ഞാൻ കാണുന്നു. അത് ആ അനന്തമായ ആ ഫോഴ്സ്, ആ ശക്തി ഈ
ബഹുവിധമായ കൈകളാൽ താങ്ങി നിർത്തിയിരിക്കുന്നു എന്നാണ്. കൈകൾ എന്ന് പറയുമ്പോൾ കൈയുടെ ഉൾത്തടമുണ്ട്. ആ ഉൾത്തടത്തിൽ ഓരോ ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും എല്ലാം ഈ ശക്തി താങ്ങി നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിനെ ഒരു ഗോളാകൃതിയായിട്ട് കണ്ടുകൊണ്ടാണ് അത് ആശയം പ്രകടിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ അതിനെ ഗ്രഹങ്ങളെ അമ്മാനമാടുന്നുണ്ട്, അതുകൊണ്ട് ചലിക്കുന്നുണ്ട്. അത് സൂര്യൻ തന്നെ ചലിക്കുന്നില്ല എന്നായിരുന്നു കണ്ടുപിടുത്തം. പക്ഷേ സ്റ്റാറ്റിക് അല്ല എന്ന് ഐൻസ്റ്റീൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ഗേഷ്യസ് ഫോമിലുള്ളതായതുകൊണ്ട് അത് കത്തുംതോറും അതിൻ്റെ ചലനങ്ങൾ അതിനകത്ത് ഉണ്ടാകും. അതുകൊണ്ട് അങ്ങനെ സ്റ്റാറ്റിക് എന്ന് 100% സ്റ്റാറ്റിക് എന്ന് പറയാൻ പറ്റത്തില്ല. മാത്രമല്ല, മറ്റ് നക്ഷത്രങ്ങളിൽ നിന്നും വരുന്ന രശ്മി സൂര്യനടുത്തേക്ക് വരുമ്പോൾ അത് ബെറ്റ് ചെയ്യുന്നതായിട്ടും കണ്ടുപിടിച്ചു. അതെന്തുകൊണ്ട്? അപരേയമിത സ്തന്യാം പ്രകൃതിയും വിദ്യമേ പരാം. ഈ കാണുന്ന ഇതിന് അപ്പുറത്തായിട്ട് ഒരു പരാപ്രകൃതിയുണ്ട്. അത് ജീവസുറ്റാണ്. ആ ജീവസുറ്റ ഭൂമി, ഈ ജീവസുറ്റ ആ ശക്തി ഈ പ്രകൃതിയെ താങ്ങി നിർത്തിയിരിക്കുന്നു. ഏതദ്യോനിനി ഭൂതാനി സർവാണിത്വപദാരയ അഹം കൃഷ്ണസ്യ ജഗത്യ പ്രഭവ പ്രളയസ്ഥത. എന്നിൽ നിന്നും ബ്രഹ്മത്തിൽ നിന്നും പോയിട്ടുള്ള ആ ബ്രഹ്മത്തിൻ്റെ അംശം എല്ലാവരിലും ഉണ്ട്. അത് സർവാണിത്വപദാരയായ സർവഭൂതങ്ങളിലുമുണ്ട്, എല്ലാ ചരാചരങ്ങളിലുമുണ്ട്. അത് ഐ ആം ദ സോഴ്സ്. ഞാനതുകൊണ്ട് അതിൻ്റെ സ്രോതസ്സാണത്. അത് എല്ലാത്തിലും വിലയം പ്രാപിച്ചിരിക്കുന്നു. അങ്ങനെ വിലയം പ്രാപിച്ചിട്ടുള്ള ഈ ഏതദ്യോനിനി ഭൂതാനി സർവാണിത്വപദാരയ അഹം കൃഷ്ണസ്യ ജഗത്ഹ പ്രഭവ പ്രളയസ്ഥത. എൻ്റെ അംശം കൊണ്ടാണ് നിങ്ങളെല്ലാം ഇങ്ങനെ നിൽക്കുന്നത്. അത് ഇങ്ങനെ ഞാൻ താങ്ങി നിർത്തിയിരിക്കുകയാണ്. ആ ഇൻവിസിബിൾ ഫോഴ്സ് എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ശാസ്ത്രജ്ഞന്മാർ പല അഭിപ്രായങ്ങളും പല കാലഘട്ടങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ഗ്രാവിറ്റേഷണൽ പുള്ളിൽ തന്നെ ഇപ്പോൾ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതിനകത്ത് ഫോഴ്സ് ഇല്ലാതുകൊണ്ട് പുള്ളെന്ന് പറയാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. അങ്ങനെ ഇൻവിസിബിൾ ഫോഴ്സുകൾ എങ്ങനെയായിരുന്നാലും ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ഇൻവിസിബിൾ ഫോഴ്സാണ് ഇത്. അത് ഞാൻ ഇതിനെ എല്ലാം പ്രപഞ്ചത്തെ താങ്ങി നിർത്തിയിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു പ്രപഞ്ചം എന്ന് പറയുന്നത് മനുഷ്യനും കൂടെ ചേർന്നതാണ് ആ പ്രപഞ്ചം എന്ന് ഐൻസ്റ്റീൻ സമ്മതിച്ചിട്ടുണ്ട് 1930 രവീന്ദ്രനാഥ് ടാഗോറുമായിട്ട് ബെർലിനിൽ വെച്ചുള്ള ചർച്ചയിൽ. അപ്പോൾ മനുഷ്യനെ മാറ്റി നിർത്താൻ ഒക്കത്തില്ല. മനുഷ്യനെയുള്ള ചരാചരങ്ങൾ എല്ലാം ജീവജാലങ്ങളും ഇതെല്ലാം കൂടെ ചേർന്ന ഒന്നാണ്. അതാണ് കഠിനോപനിഷത്തിൽ പറഞ്ഞിരിക്കുന്നത് 2:2:13. അത് നോക്കിയാൽ അറിയാം, ഇത് പ്രകാശത്തിന് തുല്യമാണ്. ഈ ബ്രഹ്മം എന്ന് പറയുന്നത് പ്രകാശത്തിന് തുല്യമാണ്. പ്രകാശമാണ് ബ്രഹ്മം എന്ന് പറയുന്നത് എല്ലാം കൂടെ ചേർന്നതാണ്, ചേതനയും പദാർത്ഥവും ചേർന്നതാണ് എന്ന് കഠിനോപനിഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ കഠിനോപനിഷത്തിൽ പറഞ്ഞിട്ടുള്ള ചേതനയും പദാർത്ഥവും ചേർന്നുള്ള ആ ബ്രഹ്മം, അത് പ്രകാശത്തിന് തുല്യമായ ഒന്ന്. അതിൽ നിന്നും അത് ഡിറൈവ് ചെയ്ത് വന്നതാണ് എനർജി =mc². മനുഷ്യൻ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണെന്ന് അതോടുകൂടി അഡ്മിറ്റ് ചെയ്യുകയാണ്. ഈ ഇതിൽ ബിഗ് ബാങ് തിയറി ഉണ്ട്, റിലേറ്റീവ് തിയറി ഉണ്ട്, സ്പെഷ്യൽ റിലേറ്റിവിറ്റി തിയറി ഉണ്ട്, ബിഗ് ബാങ് തിയറി ഉണ്ട്. ഇതെല്ലാം നേരത്തെ തന്നെ ഇന്ത്യൻ ശാസ്ത്രജ്ഞന്മാർ അത് കണ്ടുപിടിച്ചിട്ടുള്ള കാര്യങ്ങളും അതിനകത്തുണ്ട്. റിലേറ്റിവിറ്റി തിയറി ആണെങ്കിൽ കേരളീയനായ ആര്യഭടൻ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അത് സമർത്ഥിച്ചിട്ടുണ്ട്. ഒരു ബോട്ടിൽ യാത്ര ചെയ്യുമ്പോൾ കരയിൽ നിൽക്കുന്ന ആളുകൾ മാറിപ്പോകുന്നതായിട്ട് കാണുന്നത് എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞത് തന്നെ ആധുനിക ശാസ്ത്രജ്ഞന്മാർ മറ്റൊരു ഉദാഹരണം പറഞ്ഞ് അതിനെ സമർത്ഥിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇങ്ങനെയുള്ള ആ പ്രപഞ്ചം, അതിൻ്റെ തിയറികളും
അതിന് മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പിന്നീടൊരു എപ്പിസോഡിൽ പറയുന്നതാണ്. ഇപ്പോൾ ഈ ബ്ലാക്ക് ഹോൾ തിയറി ആണെങ്കിൽ, ബ്ലാക്ക് ഹോളിലാണെങ്കിൽ ഒരു പ്രകാശം ചെന്നിട്ട് അങ്ങോട്ട് കിടക്കാതെ അത് തിരിച്ചിങ്ങ് പോരുകയാണ്. ഈ ഇതിൻ്റെ അപ്പുറത്ത് ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്, അത് സംഗീതത്തിൻ്റേതാണ് എന്നും പറയുന്നു ശാസ്ത്രജ്ഞനായ വി വിശ്വേശ്വർ. അപ്പോൾ ഈ അടുത്ത കാലത്ത് നാസ ഇത് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഒരു വീഡിയോ. ആ വീഡിയോ നോക്കിയാൽ കാണാം, ഈ ലോകത്തുള്ള എല്ലാ സമുദ്രങ്ങളും കൂടി ഒറ്റ പോയിന്റിൽ കൺഫ്ലുവൻസ് ചെയ്താൽ, അങ്ങനെ അത് ഇടിച്ച് യോജിച്ചാൽ എങ്ങനെയിരിക്കും അതുപോലെ ഉള്ള ഒരു വീഡിയോയാണ് കാണിച്ചിരിക്കുന്നത്. അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത്ഭുതകരമായിട്ട് തോന്നും. അതിൻ്റെ വർണ്ണങ്ങൾ തന്നെയും ഇത് ആർക്കും അത് വിവേചിച്ചറിയുവാനോ ആർക്കെങ്കിലും അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുവാനോ കഴിയത്തില്ല. അങ്ങനെയുള്ള ഈ നാസയുടെ വീഡിയോ കണ്ടാൽ ഈ ഭഗവത്ഗീതയിലെ ഈ പ്രവചനങ്ങളെല്ലാം അവരെയും ഇത് അസ്തന്യാം പ്രകൃതിം ബുദ്ധിമേ വരാം ജീവഭൂതാം മഹാബാഹു എന്നുള്ളതെല്ലാം അതായത് വളരെ വ്യക്തമായിട്ട് ഇതിനകത്ത് മനസ്സിലാവുന്നതേ ഉള്ളൂ. അങ്ങനെയുള്ള ഇത് കണ്ടിട്ടാണ് ആ 1000 സൂര്യന്മാർ ഒരുമിച്ച് ഒരൊറ്റ സ്ഥലത്ത് ഉടനെ ഉണ്ടാകുന്ന ആ പ്രകാശം, അതിനെക്കുറിച്ച് കണ്ട് അന്താളിച്ച് നിന്നുപോയ ശാസ്ത്രജ്ഞനുണ്ട്, ഓപ്പൺഹൈമർ. അദ്ദേഹം 2ാം ലോകമഹായുദ്ധകാലത്ത് അദ്ദേഹം ന്യൂക്ലിയർ വെപ്പൺ കണ്ടുപിടിച്ച ആളാണ്. അദ്ദേഹത്തിന് ന്യൂക്ലിയർ വെപ്പണിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അദ്ദേഹം തന്നെ പറയുന്നു, ഇഫ് ദ റേഡിയൻസ് ഓഫ് 1000 സൺസ് വേർ ബേസ്ഡ് അറ്റ് എ ടൈം, then it would be like the splendor of a mighty force. ഒരു പ്രത്യേകമായ ഒരു ദിവ്യമായ ഒരു മഹാത്മാവായ ഒരു ബ്രഹ്മമായ ഒന്നിൽ നിന്നും ഉള്ള ഒരു ശക്തി ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ 1000 സൂര്യന്മാരെ പ്രകാശിക്കുന്ന പ്രകാശത്തെക്കുറിച്ച് വിഭാവന ചെയ്യാൻ. അപ്പോൾ അങ്ങനെയുള്ള ഈ പ്രപഞ്ചത്തിലെ വിസിബിൾ ഫോഴ്സും ഇൻവിസിബിൾ ഫോഴ്സും ഞാൻ മുമ്പൊരു വീഡിയോയിൽ തന്നെ അത് സൂചിപ്പിച്ചുകൊണ്ട്, ഐൻസ്റ്റീൻ വളരെ കുട്ടിക്കാലം മുതൽ തന്നെ ഈ ഇൻവിസിബിളായിട്ടുള്ള ഫോഴ്സുകളെക്കുറിച്ച് പഠിക്കുന്നതിൽ വളരെ പ്രത്യേക താല്പര്യമെടുത്ത ആളാണ്. ഈ ഇൻവിസിബിൾ ഫോഴ്സ് പിന്നീട് വന്നേക്കുമ്പോൾ അത് ഡിവിസിബിളുമാണ്. അതിനെ വേർതിരിക്കാൻ ഒക്കില്ല, അതിനെ ഡിവൈഡ് ചെയ്യാൻ ഒക്കില്ല. അത് അങ്ങനെയുള്ള ഇൻവിസിബിൾ ഫോഴ്സ് ഈ പ്രപഞ്ചം മുഴുവൻ നിയന്ത്രിച്ച് ഈ പ്രപഞ്ചത്തെ താങ്ങി നിർത്തിയിരിക്കുന്നു എന്നുള്ള ശാസ്ത്ര തത്വം അത് ഭഗവത്ഗീതയിൽ കൂടി ഇതെല്ലാം അത് വ്യക്തമായിരിക്കുകയാണ്. ഇനി ഇതിനെ തുടർന്നുള്ള മറ്റ് കാര്യങ്ങൾ ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയുന്നതായിരിക്കും. നമസ്കാരം.